രണ്ട് വട്ടന്മാരെ ആദരിക്കുന്ന ഒരു പ്രവൃത്തിക്ക് ഇങ്ങനൊരു വട്ടനെ വേണം. അപ്പോൾ ഇത് കുട്ടിക്കാലത്ത് കേൾക്കുന്ന ഒരു പദമായതുകൊണ്ട് സമ്മതിക്കേ. പ്രത്യേകിച്ച് ചിറ്റൂർ കോളേജിൽ എന്ന് പറഞ്ഞാൽ പാലക്കാടിൽ ഞാൻ 10-15 വർഷമായിട്ട് പുറത്താണെങ്കിലും ചിറ്റൂർ കോളേജ് എൻ്റെ സ്ഥലം കൂടിയാണ്. കാരണം പാലക്കാടിൻ്റെ പല സ്ഥലത്തും ഞാൻ എൻ്റെ സ്ഥലം എന്ന് പറയും. കാരണം ഇവിടെ ചിറ്റൂർ കോളേജ് വളരെ തൊട്ടടുത്ത് കിടക്കുന്ന ചിറ്റൂർ ബോയ്സ് ഹൈസ്കൂളാണ്. ഞാൻ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഇവിടെ തന്നെ പഠിച്ച് ഈ കോളേജിൽ അങ്ങോട്ട് വരാറുണ്ട്. അത് കഴിഞ്ഞിട്ടും അവിടെ വിക്ടോറിയ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജോലി കൗണ്ടറിലൂടെ വരും. കാരണം എന്നെ വഴിതെറ്റിച്ച ആക്ടിയ ഒരു സാർ ഇവിടെയായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വഴിതെറ്റിച്ചാന്ന് വെറുതെ അങ്ങനെ ഒരു അബദ്ധം പറഞ്ഞല്ല, ശരിയായിട്ട് വഴിതെറ്റിച്ച ആളുണ്ട്. കാരണം ഈ വഴിയെ കുറിച്ചുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ അരുണും പറഞ്ഞത്. അതായത് എല്ലാവരും ജനിക്കുന്നു, LKG അല്ലെങ്കിൽ 1ാം ക്ലാസ് പഠിക്കുന്നു, എങ്ങനെയോ 10ാം ക്ലാസ് എത്തുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ എല്ലാവർക്കും +2 പോകണം, +2 പോകുന്നു. അത് കഴിഞ്ഞാൽ നീറ്റ് എഴുതണം, മറ്റേതരണം, ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല. അത് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ട് ഒരു വഴി, ഓരോ വഴികൾ സെലക്ട് ചെയ്യുന്നു. എന്നാൽ അത് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു വഴിയുണ്ട്. എല്ലാവരും ആ വഴിയിൽ തന്നെ പോകണം. ഈ വഴിയിൽ നിന്ന് മാറുന്നതാണ് പ്രശ്നം. അത് ഈ മറ്റുള്ള ആൾക്കാരുടെ മാത്രം പ്രശ്നം. എല്ലാവർക്കും ഒരു വഴിയുണ്ട്. +2 കഴിഞ്ഞാൽ ഒന്നുകിൽ നീറ്റ് കിട്ടും, അല്ലെങ്കിൽ PSC പഠിക്കും, അല്ലെങ്കിൽ BA പഠിക്കും, അല്ലെങ്കിൽ BCom പഠിക്കും. അങ്ങനെയല്ലേ വേണ്ടത്. അങ്ങനെ അതിനപ്പുറത്തെ ഒരു വ്യത്യസ്തമായിട്ടൊരു വഴിയെ പറ്റി നോക്കുക. അതിലല്ലാതെ ആ റെഗുലറായിട്ടൊരു വഴി, ഒരു നല്ല കുട്ടി അല്ലെങ്കിൽ നല്ല വ്യക്തി, ഒരു സൊസൈറ്റിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നൊരു വ്യക്തി, അവൻ പോകുന്നൊരു വഴിയുണ്ട്. ആ വഴിയിൽ പോകാത്തവരൊക്കെ ടെൻഷനാണ് സൊസൈറ്റി. അവരെയാണ് ഈ വട്ടന്മാരെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നത്. അങ്ങനെ ഒരു ഇപ്പം എന്താ ചെയ്യണത്? രാവിലെ എണീക്കണം, കഴിഞ്ഞാൽ കോളേജിൽ പോകണം, കോളേജിൽ പോയി ക്ലാസ് പോയി ഇരിക്കാതിരിക്കുകയും ചെയ്യണം. എല്ലാവർക്കും ഒരു ചെയ്യേണ്ട ചില എല്ലാം നമ്മളോട് പറഞ്ഞു തന്നത് ഇതാണ് സൊസൈറ്റിയുടെ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞൊരു വഴികളുണ്ട്. ആ വഴികളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ആൾക്കാർ, ചില ആൾക്കാർ ചെയ്യും. ഒന്ന് ഇപ്പോഴത്തെ പുതിയ വേറൊരു 2 തരത്തിൽ വഴി തെറ്റാം. ഒന്ന് ഇപ്പോൾ അത് തൊട്ടേ ഉണ്ട് കോളേജുകളിലുമൊക്കെ പലതരത്തിലുള്ള ഇൻഫാക്ട് ഒരു ഡിസ്ട്രാക്ഷൻസ്. ഈവൻ ദ വേസ്റ്റ് കമ്പേഴ്സ് എന്ന് പറയുന്നത് ഡ്രഗും അതും അത്തരത്തിൽ വഴിയുള്ള ആൾക്കാർ. ഇപ്പോഴത്തെ അതിനേക്കാളും വലിയ ഡ്രഗ് വന്നിട്ടുണ്ട്. വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്നൊക്കെ പറയും. അത് ഡ്രഗിനേക്കാളും അപകടമായിട്ടുള്ള ഒരു ഡ്രഗാണ്. ഇത്തരത്തിലൊക്കെ വഴിതെറ്റി സ്വന്തം സമയം കളഞ്ഞ് എന്താണ് ചെയ്യാൻ അറിയാതെ വഴിതെറ്റി പോകുന്ന ആൾക്കാർ. അത് വഴിതെറ്റുന്നു. പക്ഷെ ഇവിടെ മറ്റേ വഴി ഇത്ര നേരം അരുൺ സംസാരിച്ച ആ വട്ട്, അത് വഴി തെറ്റുക എന്നുള്ളതിനേക്കാൾ വഴി മാറി നടക്കുക. വഴി മാറി നടക്കുന്ന ഒരു സൊസൈറ്റി. ഓക്കെ, വഴി മാറി നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അവരെയാണ് ഈ വട്ടുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ വഴി മാറി നടക്കുന്ന ആൾക്കാരിൽ ഒരാൾ, പല ആൾക്കാരും പല സ്ഥലത്തും നമ്മളെ വഴി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള യാത്രയിൽ നമുക്ക് കാണപ്പെടുന്ന രണ്ട് എക്സാമ്പിൾ ആയിട്ടുള്ള 2 പേര് ഇവിടെ ആദരിക്കുന്ന അല്ലെങ്കിൽ അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ എനിക്ക് ഇൻടാക്കിനോട് പറയുന്ന ഒരു വളരെ സന്തോഷകരമായ എനിക്കൊരു അഭിനന്ദിക്കാനുള്ളൊരു കാര്യം, ഇങ്ങനൊരു ഫംഗ്ഷൻ വെറുതെ എവിടെയെങ്കിലും നടത്താതെ ഒരു കോളേജിൽ കുറേ യൂത്ത് ചെറുപ്പക്കാരുടെ മുന്നിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചതിന് ഞാൻ ഇൻടാക്കിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കും. കാരണം ഇവിടെ ഈ വട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും ഇത് അറിയേണ്ടത് ഇവരാണ്. അതുകൊണ്ട് ഈ കീനോട്ട് അഡ്രസ് എന്താണ് അഡ്രസ്സ് അടച്ചാൽ ഞാൻ സംസാരിക്കുന്ന ഈ മുന്നിൽ തലനച്ചിരിക്കുന്ന ആൾക്കാരുള്ള പിന്നാലുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ സംസാരിക്കുമ്പോഴാണ് ഇവരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം ഇവർ പല കാര്യങ്ങളിലും എന്നെക്കാളും കാര്യങ്ങൾ അറിയുന്നവരാണ്. എനിക്ക് പറയാനുള്ളത് ആ പിന്നിലിരിക്കുന്ന അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നമ്മുടെ നാളെയായിട്ടുള്ള ഇപ്പോൾ വട്ട് പിടിച്ചിട്ടില്ലെങ്കിലും ഒരുപക്ഷെ വട്ട് പിടിക്കാൻ സാധ്യതയുള്ള ആൾക്കാരോടാണ്. അതായത് ഇത് എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഞാനും നിങ്ങളെ കൊണ്ടിരിക്കുമ്പോൾ എനിക്കും എൻ്റെ പഴയ ഓർമ്മകളും വിക്ടോറിയ കോളേജിൽ ഞാൻ ഇതേമാതിരി BSc കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഫസ്റ്റ് ഇയർ BSc കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കയ്യിൽ വന്നിട്ടൊരു പുസ്തകം നിന്നേമാതിരിയുള്ള വട്ടുകൾക്ക് പറ്റിയ പുസ്തകമാണ് വന്നത്. അത് തുറന്നു നോക്കി. ആ പുസ്തകത്തിൻ്റെ പേര് ജൊനാഥൻ ലിവിങ്സ്റ്റൺ സീഗൾ. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ഇപ്പോഴത്തെ പുസ്തകങ്ങൾ വായിക്കുന്ന സ്വഭാവം വളരെ കമ്മിയായിരുന്നു. അത് വേറെ സംഭവം. ആ ബുക്ക് റിച്ചാർഡ് ബാക്ക് എന്ന് എഴുതിയ ഒരാളുടെ ബുക്കാണ്. ഒരു
പക്ഷിയുടെ കഥയാണ്. ഒരു പക്ഷിയായാലും എന്ത് ചെയ്യണം? ദിവസവും എണീക്കണം, പറക്കണം, തിന്നണം, ഉറങ്ങണം, പിന്നെ എണീക്കണം, ഉറങ്ങണം, പഠിക്കണം, തിന്നണം. ഇതാണ്. അതിനപ്പുറത്തേക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല. പക്ഷിക്കും നമ്മളെ മാതിരി തന്നെയാണ്. അതാണ് ചെയ്യേണ്ടത്. എന്താണ് ചെയ്യണത്? തിന്നുന്നത് എന്തിനാണ്? ജീവിക്കാൻ. ജീവിക്കണം എന്തിനാണ്? തിന്നാൻ. പറക്കുന്ന എന്തിനാണ്? ആഹാരം കിട്ടുക. അതിനപ്പുറത്തേക്കൊന്നും ആലോചിക്കാൻ പാടില്ല. അങ്ങനെ നടക്കുന്ന പക്ഷിക്കൂട്ടത്തിൽ ഒരു പക്ഷി, ഒരു വട്ടൻ, അവൻ ചിന്തിക്കണം, ഈ പക്ഷികളായ നമുക്കൊരു അത്ഭുതമുണ്ട്. ആ അത്ഭുതം എന്താണ്? പറക്കാനുള്ള കഴിവ്. മറ്റൊരു ജീവികൾക്കില്ലാത്ത അത്ഭുതകരമായ കഴിവ്. ഈ കഴിവ് ഇതിന്റെ അനന്ത സാധ്യതകളെ കുറിച്ച് അറിയുക എന്നുള്ളത് ഒരു സ്റ്റുഡൻറ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ ആവശ്യമല്ലേ എന്ന് ആലോചിക്കുന്ന ഒരു പക്ഷിക്കുട്ടി. അവന് കൂടുതൽ അറിയണമെന്ന ആഗ്രഹം. അവൻ ഈ പറക്കുക എന്നുള്ള അത്ഭുതത്തെ ഉൾക്കൊള്ളാനുള്ള ശ്രമം. അതെന്ത് പറയാം? ചെറിയ സ്ലോ ഫ്ലൈറ്റ്, ഹൈ ഫ്ലൈറ്റ്, അവൻ പരീക്ഷണങ്ങൾ ആരംഭിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഉടൻ അവൻ്റെ സൊസൈറ്റി, നമ്മളെമാരുടെ സൊസൈറ്റി തന്നെ, ഇവന് വട്ടായിപ്പോയി. ഇവനെ നോക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും വട്ടാവുകൊണ്ട് ഇവനെ ആദ്യം സൊസൈറ്റിയിൽ നിന്ന് പുറത്താക്കാൻ പറയും. ഇവൻ പുറത്താക്കപ്പെടുകയാണ്. പക്ഷെ പുറത്തായി പോയ പാർട്ടി പുറത്തു പോയി അവൻ്റെ പരീക്ഷണങ്ങൾ ആരൊക്കെ ലോക സൊസൈറ്റി മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിച്ച്, ഞാൻ ശരിയെന്ന് തോന്നുന്നു, ശരിയാണെന്ന് തീരുമാനിച്ച് അവൻ പോയി അനന്ത സാധ്യതകളെ ഉൾക്കൊണ്ട് തിരിച്ചു വന്ന് ഈ സൊസൈറ്റിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു അതിസുന്ദരമായ ചെറിയൊരു പുസ്തകമായിരുന്നു. അല്ലാതെ ഇംപ്രസ്ഡ് ആയിപ്പോഴും എനിക്ക് ആരെങ്കിലും കൈ കിട്ടുക വായിച്ചേക്കും. ജൊനാഥൻ ലിവ്. ഇത് കണ്ട് ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജീവിക്കണം. എന്തിനാ ജീവിക്കണമെങ്കിൽ ജോലി വേണം, ജോലി കിട്ടണമെങ്കിൽ പഠിക്കണം, പഠിക്കണമെങ്കിൽ മാർക്ക് വേണം, മാർക്ക് എല്ലാം ശരി തന്നെയാണ്. ഇതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇവിടെ ദിവസൂർ കോളേജിൽ വരുന്നുണ്ട്. ഈ ചിറ്റൂർ കോളേജിൽ ഈ ശോകനാശിനി പുഴയുടെ തീരത്ത് ഇവിടെയുള്ള ചെടികൾ, മരങ്ങൾ, പൂക്കൾ, പൂമ്പാറ്റകൾ, ഇതിനെ എത്ര പേര് കാണാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ ഓരോ എൻ്റെ അനുഭവത്തിൽ ഇവിടെയുള്ള കുട്ടികളെ കൊണ്ട് ഈ ചുറ്റുവട്ടം ഞാൻ കുറേ നടന്നിട്ടുണ്ട് പണ്ട്. ഓരോ പൂവും, ഓരോ ചെടിയും, ഓരോ മരവും, ഇപ്പോൾ കുറേ മരങ്ങൾ വെച്ച് കഴിഞ്ഞു. ഓരോ മരവും, ഓരോ പൂവും, പക്ഷിയും ഒക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളോട് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണാൻ നമുക്ക് സമയമില്ല. കാരണം നമുക്ക് ഒരുപാട് ബിസി ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം നമുക്ക് കയ്യിലൊരു ഒരു ഗാഡ്ജറ്റ് കൈക്കിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം കുറേ സെൽഫി, ഓരോ സാധനം അപ്പം സ്പോട്ടിൽ കിട്ടും. അതിൽ 10-25 പേര് ലൈക്ക് അടിക്കും. ഈ ഒരു 4-5 ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ആർക്കൊക്കെയാണ് ലൈക്ക് അടിക്കുന്നത്. അവിടെ ലൈക്കിന് അവിടെ ഇല്ല, ഒരു ലൈക്കും ഇല്ലാണ്ട് ലൈക്ക് അടിക്കുന്നത്. ഈ ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു മൂഢസ്വർഗത്തിലുണ്ടാക്കി അതിൽ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് മരം കാണാൻ സമയം? എവിടെയാണ് ബേർഡിനെ കാണാൻ സമയം? എവിടെയാണ് ഒരു പൂമ്പാറ്റയെ കാണാൻ സമയം? ഇങ്ങനെയൊന്നും ഒരു സമയമില്ലാത്ത ലോകത്തിൽ ഈ വഴി മാറി ഒരു വഴിയും കാണാത്തവർക്കല്ലേ വഴി മാറി ചിന്തിക്കുന്നത്? നമ്മുടെ മുമ്പിൽ ആ കൂടി ഈ ചെറിയൊരു സ്ക്രീൻ മാത്രമാണ് കാണുന്നത്. അതിൽ ആരൊക്കെയോ എഴുതുന്ന കുറേ ലൈക്ക്. ആ ലൈക്ക് നമുക്ക് തന്നെ അറിയാം, നമ്മളിടുന്ന ലൈക്ക് മുഴുവൻ ലൈക്കല്ല, അപ്പോൾ അവരിടുന്ന ലൈക്കും അല്ല. ഈ പറഞ്ഞൊക്കെ വട്ടത്തരം. ആക്ച്വലി ഇത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ ട്രാപ്പിലാണ്. ഇതുമാതിരി ഒരു അഡിക്ഷൻ, ഇതുമാതിരി ഒരു ഡ്രഗ്, ഈ സൊസൈറ്റി കണ്ട ഏറ്റവും വലിയ ഡ്രഗാണ് ഈ സോഷ്യൽ മീഡിയ. നമ്മളെ ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏറ്റവും വിലയേറിയ സമയവുമാണ്. കോളേജിൽ ഈ ഇത്രയും സുന്ദരമായ ഒരു സ്ഥലത്ത്, ഒരു കോളേജിൽ ഇങ്ങനെ ഒരു 2, 3, 4, 5 വർഷം പഠിക്കാൻ നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ അതിന് ഒരു വ്യത്യസ്തമായിട്ട് എല്ലാവരും ചെയ്യുന്ന ഈ സെൽഫിയും ലൈക്കിൻ്റെ അപ്പുറത്തേക്ക് ഒരു വഴിമാറി ചിന്തിക്കാൻ നമുക്ക് ആർക്കും കഴിയുന്നില്ലെങ്കിൽ ഇവിടെ അതിനാണ് ഇവന് അവൻ്റെ സെൽഫോണിൽ കൂടെ നോക്കാൻ അറിയില്ല. നത്തിങ് റോങ്, വട്ടാണെന്ന് പറയും. പക്ഷെ നമുക്ക് അത് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിനെ മുൻകൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ അത് ഭയങ്കര അത്യാവശ്യമായിട്ടൊരു വട്ടാണെന്ന് ഞാൻ പറയും. അതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഒരു സ്റ്റെപ്പ്. ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഈ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാൻ, ഇത്തരത്തിലുള്ള കാര്യം, ഇങ്ങനെയുള്ള അവസ്ഥ, ഇങ്ങനെ ഒരാളെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇവരിൽ നിന്ന് എനർജി കണ്ടെത്താൻ നമുക്ക് കഴിയും. ഇതേ പറയുമ്പോൾ തന്നെ ഒരു അടുത്ത സ്റ്റെപ്പിൽ പോയി പിന്നീട് ഒരു 2 വർഷം കഴിഞ്ഞ് BSc ഫൈനൽ ഇയർ മ്യൂസിയം ഒരു ബുക്ക് സ്റ്റാളിലൂടെ നടന്നു കഴിഞ്ഞിട്ട് ഇതേ ജനാർദ്ദൻ ലിവിങ്സ്റ്റൺ സീഗൽ എഴുതിയ റിച്ചാർഡ് ബാക്കിൻ്റെ വേറൊരു പുസ്തകമാണ്. അതിൻ്റെ പേര് ഇലൂഷൻസ്. ആ ഇലൂഷൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് ഫ്യൂ പേജിൽ എനിക്കൊരു ചെറിയൊരു കഥ, അത് ഞാൻ നിങ്ങളോട് പറയാൻ വിചാരിക്കുകയാണ്. ആ ഒരു ചെറിയ കഥ
ഭയങ്കര എന്നെ ടച്ച് ചെയ്ത സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തുടക്കത്തിൽ അതിന് മാസ്റ്റർ, ഒരു ഗുരു, അങ്ങനോട് ആൾക്കാർ ചോദിക്കുക, നിങ്ങൾ ഇങ്ങനെയൊക്കെ എങ്ങനെയായത്? അപ്പം അതിൻ്റെ നിങ്ങൾ വിഡ്ഢിത്തങ്ങളിൽ നിങ്ങളുടെ അതിൽ കടിച്ചു പിടിച്ചു, അതൊന്ന് വിട്ട് കണ്ണ് തുറന്ന് നോക്കാനോ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനെ ഒരു കഥ പറയുന്നു. എന്താ കഥ അറിയാം? ഒരിടത്തുള്ള പണ്ട് കഥ പറയാൻ വേണ്ടി ഒരു പുഴയുണ്ട്. ആ പുഴയിൽ കല്ലിലൂടെ നല്ല ക്രിസ്റ്റൽ വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക. ആ കല്ലിൻ്റെ താഴെ ഒരുപാട് കുഞ്ഞു ഒരു പ്രത്യേകതര ജീവികൾ ഒന്നിച്ച് കടിച്ചു പിടിച്ച് തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഓരോ ജീവിക്ക് ആദ്യം അവർക്കവരുടെ സൊസൈറ്റി ഉണ്ടല്ലോ. ആ സൊസൈറ്റിയുടെ നേതാവ് പറയും, എല്ലാവരും പറയും, നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ കല്ലിൽ കടിച്ചു പിടിച്ച് തൂങ്ങി നിൽക്കുകയാണ്. അങ്ങനെ പിടിച്ച് അഥവാ കൈ വിട്ടുപോയാൽ അടുത്തവരെ കല്ല് പിടിച്ചേക്കണം, ഇല്ലെങ്കിൽ ചത്തുപോകും. കിട്ടുന്ന അതിലൂടെ വരുന്ന ചെറിയ ചെറിയ ആഹാരങ്ങൾ കഴിക്കുക, അതാണ് നിങ്ങളുടെ ജീവിതം. അതിനപ്പുറത്തേക്കൊന്ന് ആലോചിക്കും. അപ്പോൾ ഈ ഒരു ജീവിതകാലങ്ങൾക്ക് ഒരു ജനറേഷൻ അല്ല, 2 ജനറേഷൻ അല്ല, ആയിരക്കണക്കിന് ജനറേഷൻ ഇവരിങ്ങനെ കല്ലിൽ കടിച്ചു പിടിച്ച് തൂങ്ങി ജീവിക്കുകയാണ്. ഒരു കുട്ടിക്ക് ആ ജീവി, ഒരുപക്ഷെ പേര് ഉണ്ണിക്കുട്ടനെന്നോ ശ്യാമകുമാരെന്നൊക്കെ ആയിരിക്കാം. ആ ഒരു കുട്ടിക്ക് ഒരു സംശയം. എന്താ സംശയം? ഇത് കയ്യിൽ വിട്ടാൽ എന്താ സംഭവിക്കുക? ഉടനെ ചത്തുപോകും, കല്ലിൽ പോയി അടിച്ച് ചത്തുപോകും. അത് ഒരിക്കലും ശ്രമിക്കരുത്. എന്നാൽ എന്താ സംഭവിക്കുക? ചത്തുപോകും. എന്നാലും കുറച്ച് ഇത് അവസാനം ഒരു ബോറടിച്ചു, പുള്ളി കൈ വിട്ടിട്ട് അതിന് മാറി ചിന്തിക്കും. എല്ലാവരും പറഞ്ഞതിന് അപ്പുറത്തേക്ക് മാറി ചിന്തിക്കുന്നു. പുറത്ത് വന്ന് അങ്ങനെ വെള്ളം അടിച്ച് താഴെ പോയി എന്തായാലും വേറെ കല്ല് പിടിക്കില്ല തീരുമാനിക്കുന്നു. അവസാനം അവൻ വെള്ളത്തിലിങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി. കാല് വെച്ചടിക്കുമ്പോൾ നീന്താൻ പറ്റുക. അങ്ങനെ നീന്തി വീണ്ടും ഇവരുടെ കൂട്ടുകാരുടെ അടുത്ത് വരുമ്പോൾ ഇവരെല്ലാവരും നമ്മുടെ കൂട്ടത്തിലെടുത്ത് നീന്തണം. ഇത് അസാധ്യമായിട്ടുള്ള സംഭവമാണ്. നമ്മുടെ അടുത്ത് ഒരാൾ ഫ്ലൈ ചെയ്യണം, നീന്തുന്നു വെള്ളത്തിൽ. ഇവൻ സാധാരണക്കാരനല്ല, അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, അവൻ ഗുരുവാണ്, അവൻ വലിയ മിശിഹായാണ്. കാരണം അവൻ ഉടൻ പുള്ളി അവരടുത്ത് ബാക്കി എല്ലാവരും ഇവരോട് പ്രാർത്ഥിക്കുകയാണ്, എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാം, എന്നെ ഒന്ന് സഹായിക്കും, ഞങ്ങളെ സഹായിക്കാമെന്ന്. ഇതിൻ്റെ പിടിച്ചിരിക്കുന്ന കൈയൊന്ന് വിട്ടുകളാണ്. വൈ ഡോണ്ട് യു, നിങ്ങൾ അനാവശ്യമായ സാധനങ്ങളിൽ നിന്നും ഒന്ന് വിട്ടുകളഞ്ഞാൽ മാത്രം മതി, നിങ്ങൾ പുറത്തുള്ള കണ്ണ് തുറന്നു നോക്കിയാൽ മാത്രം മതി ചെയ്യാൻ പറ്റുമെന്ന് അവർക്കാർക്കും മനസ്സിലാവുന്നില്ല. നമുക്ക് ഞാൻ പറയുന്നതിൻ്റെ സാങ്കത്യം എന്താ അറിയാം? നമ്മൾ അഡിക്റ്റഡ് ആയിപ്പോയാൽ, ഈ സെൽഫോൺ ആയാലും ഈ ഇതായാലും, നമ്മൾ പോകണമെന്ന് നമ്മൾ പലരും സൊസൈറ്റി ചെയ്ത പല വിഡിത്തങ്ങളായിട്ടുള്ള പല വഴികളും, ഇത് സൊസൈറ്റിയുടെ ഒഴുക്കുകളാണ്. ഈ ഒഴുക്കുകളിൽ കൂടെ പോയിട്ട് ഒരു വ്യത്യസ്ത വഴി തെറ്റിയല്ല, വഴി മാറി ചിന്തിക്കുന്ന വ്യക്തികൾ, അവരെ വട്ടാണെന്ന് പറയും. പക്ഷെ ഈ വട്ടുകളാണ് ഇന്ത്യയും ലോകത്തിന് എല്ലാവരെയും എന്തെങ്കിലും ഒരു പുതിയ വഴി കാണിച്ചു കൊടുത്തത്. ഈ വട്ടുകൾ മാത്രമാണ് സൊസൈറ്റിയെ, ഇന്ത്യ മനുഷ്യന്റെ ജീവികളിൽ നിന്നുള്ള വ്യത്യാസം തന്നെ മനുഷ്യന് മനസ്സ് എന്ന് പറഞ്ഞൊരു സാധനമുള്ളതാണ്. ഈ മനസ്സിന് മാത്രമേ വഴി മാറി ചിന്തിക്കാനും, ഇൻസ്റ്റിങ്ക്റ്റിൽ നടന്നു പോണ കാര്യങ്ങൾ എല്ലാ ജീവികളും ചെയ്യുന്നുണ്ട്, എല്ലാ ജീവികളും തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യത്യാസമായിട്ട് ഒരു വഴി മാറി ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമുള്ളതാണ്. വഴി മാറി ചിന്തിക്കാൻ ഉപയോഗിക്കുന്ന മനുഷ്യൻ മാത്രമേ ആക്ച്വലി മനുഷ്യനായിരിക്കുന്നു. ഇവിടെ 2 വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങാണ്. 2 വ്യക്തികൾ 2 തരത്തില് അവരുടെ ഈ പറഞ്ഞ മട്ട് ഒരു വഴിമാറി ചിന്തിക്കുന്ന രീതി, മറ്റുള്ളവരെല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്കെന്തോ ഒരു റോളുണ്ട് എന്ന് ചെയ്യുന്ന രീതി, അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ, അവരെ കാണുമ്പോഴെങ്കിലും നമുക്ക് ഒരു ഉണർവുണ്ടാകണ്ടേ? അവരെ കാണുമ്പോഴെങ്കിലും ഇത് നമുക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ എന്ന സ്വന്തം ആലോചന വരുന്നുണ്ട്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ അവർ ചെയ്യുന്നത് കാണണ്ടേ? അതാണ് അത്യാവശ്യം. അത് കാണണേ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വട്ട് ഈ ആൾക്കാർ തീർച്ചയായും സൊസൈറ്റി പറയും നിനക്ക് വട്ടാണ്, നിനക്ക് നിന്നെ ഔട്ട്കാസ്റ്റ് ആണ്. പക്ഷെ ആ സമയത്ത് സ്ഥൈര്യം, ഉണർവ്, ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് ഉള്ളിൽ വിശ്വസിക്കാൻ അതിനുള്ള ഒരു കഴിവ്, അത് പ്രകൃതി അത് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ. ഒരുപക്ഷെ ഉണ്ണിയേട്ടൻ്റെ ആയാലും ശ്യാമിൻ്റെ ആയാലും ഈ
നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മൾ കാര്യങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ അത് നമുക്ക് പറഞ്ഞു തരുന്ന യഥാർത്ഥമായ അറിവ്, അത് ശരിയാണെന്ന് തോന്നുന്ന നിമിഷം അതിന് അടിയുറച്ച് നിൽക്കാനുള്ള ശക്തി, അത് ഇന്നത്തെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പഴയ ഭാഷയിൽ പറഞ്ഞ അർത്ഥ പുത്ര മിത്ര കളത്രാദികളെല്ലാം മറ്റു പുറത്തായിരുന്നാലും, അതായത് നമ്മുടെ സ്വത്തും ഫ്രണ്ട്സും വീട്ടുകാരും നാട്ടുകാരും എല്ലാം എതിർത്താലും എനിക്ക് ശരിയെന്ന് തോന്നുന്ന സാധനം ഞാൻ ചെയ്യാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ് ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല, അത് പണ്ട് വിവേകാനന്ദ സ്വാമി ആൾക്കാരോട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതിനുള്ള ധൈര്യമുണ്ടോ? ആ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വട്ടുകൾ, പക്ഷെ ഈ വട്ട് ഇത് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. കുറേ വർഷം കഴിയുമ്പോൾ ഇത് ഞാൻ ജീവിച്ചതിന് അർത്ഥമുണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നല്, ആ തോന്നല് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പലപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാരെ കാണാനും അവർക്ക് അവരുടെ ആ അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തിയിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളാനും അവരെ പോലെ ആയിട്ടില്ലെങ്കിൽ കൂടെ നമ്മുടേതായ വഴിയിൽ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പ്രചോദനമായിട്ട് ഇത് കാര്യങ്ങൾ കാണും. അതായത് ഇപ്പോൾ അതിലിപ്പോൾ ഞാൻ പറയുക ഉണ്ണിയേട്ടൻ ആക്ച്വലി തലയൊക്കെ നനച്ചാലും ആള് ഭയങ്കര ചെറുപ്പമാണുണ്ടോ. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താണ് ചെറുപ്പം ആക്ച്വലി. ഞാൻ 90 വയസ്സുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്, 10 വയസ്സും 20 വയസ്സുള്ള വയസ്സന്മാരെയും കണ്ടിട്ടുണ്ട്. വയസ്സ് എന്ന് പറയുന്നത് ഒരു മാനസികമായ അവസ്ഥയാണ്. 80 വയസ്സിലും 70 വയസ്സിലും 90 വയസ്സിലും ഇനിയും ഈ പ്രവർത്തിയെടുക്കാനും ലോകത്തെ എൻജോയ് ചെയ്യാനും ഓരോ പൂവിനെയും ഓരോ പുൽച്ചായയെയും ഓരോ പൂമ്പാറ്റയെയും മരത്തെയും കാണാനും അതിനെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടല്ലോ, അതാണ് അത് കുട്ടികൾക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആ കുട്ടിത്തെ മനസ്സിൽ കൊണ്ടു നടക്കാൻ ഫിസിക്കലായിട്ടുള്ള വയസ്സല്ല പ്രശ്നം. അതേ സമയത്ത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ 10-15 വയസ്സാണെങ്കിൽ സോ വാട്ട്. കോളേജിൽ പലപ്പോഴും ഞാൻ ചോദിക്കുന്ന സോ വാട്ട്, യു ഡിഡ്ന്റ് ഫീൽ ആ അകത്തുള്ള ഒരു എനർജി, എന്തൂസിയാസം, അത് പറ്റുന്നില്ലെങ്കിൽ അവിടെ മരണം മരിച്ചിട്ട് ജീവിക്കുന്ന ഒരു ശവമായി മാറില്ല. എന്നാൽ 90 വയസ്സിലും എന്തൂസിയാസത്തോടുകൂടി പ്രകൃതിയെ നാളെയെ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ എനർജി കൊടുക്കുന്നത് 90 വയസ്സിലും വളരെ യൂത്തായിട്ട് ഒരു പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുന്ന രീതികളാണ്. അതിന് കഴിയാൻ ഇത്തരത്തിലുള്ള ആൾക്കാർ ഇവർ പ്രയോജനമാണ്. പക്ഷെ അത് കാണാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അറ്റൻഷൻ ഈ ട്രിവിയൽ ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് പോകുന്നത്. ഞാൻ ഫേസ്ബുക്കിൻ്റെയോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സോഷ്യൽ മീഡിയയുടെ ഇമ്പോർട്ടൻസ് വളരെ കുറച്ച് കാണിക്കുകയല്ല, സൊസൈറ്റിയെ ഒന്നിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കൺട്രോള് നമ്മുടെ മനസ്സല്ലെങ്കിൽ, നമ്മുടെ മനസ്സിനെ അത് കൺട്രോൾ ചെയ്യുകയും ഒരു ഗാഡ്ജറ്റ് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അവർ ലൈഫ് ഈസ് ഓൺ ലോസ്റ്റ്. നമ്മുടെ ജീവിതമാണ് പ്രശ്നം. പുറത്തുള്ള വഴി മാറി ചിന്തിക്കുമ്പോൾ ഇതിന് വഴി കാണില്ല, നേരായ വഴിയെ കാണില്ല, പിന്നെ ഇങ്ങനെ വഴി മാറി ചിന്തിക്കുന്നത്. ഇത്തരത്തിലുള്ള മാറ്റം വട്ടാണെന്ന് ഈ ലോകമുണ്ടല്ലോ, ഈ പറയുന്ന ലോകം, അതൊരു എവിടേക്കാണ് പോകുന്ന ആർക്കും അറിയില്ല. ഇത് വളരെ അതിൻ്റെ സൊസൈറ്റിയുടെ വളർച്ചയെ വളരെ സീരിയസ് ആയി നോക്കിയാൽ തന്നെ അറിയാം. നമ്മുടെ ഒരു കോഴ്സ് കറക്ഷൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ കോഴ്സ് കറക്ഷൻ എന്ന് പറഞ്ഞ സാധനം നടത്തുന്നത് നമ്മുടെ ഇത്തരത്തിൽ വഴി മാറി ചിന്തിക്കുന്ന വട്ടന്മാരാണ്. ഇത് വട്ടല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിന് ശക്തി പകരാൻ ഈ കൂട്ടത്തിൽ മുന്നിൽ ചെറുപ്പക്കാരായ കുട്ടികൾ പഠിക്കുന്നത് ഇവരെ കണ്ട് ഇവരൊന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾക്കെങ്കിലും നാളെ എനിക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, വ്യത്യസ്തമായ വഴികളിലേക്ക് ചിന്തിക്കാൻ, കണ്ണു തുറക്കാൻ, അതിനൊരു പ്രചോദനമായി മാറിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ഇത്രയും നല്ലൊരു ക്യാമ്പസിൽ ഈ പുഴയുടെ തീരത്ത് ഇതിൻ്റെ ആ ആകത്തുകയെ ഉള്ളിലേക്ക് നമുക്ക് ആവാഹിക്കാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സുവോളജി ആൻഡ് ബോട്ടണി സ്റ്റുഡൻസ് ആണ് ഇവിടെ കൂടുതൽ. കാരണം ഞാനൊരു സുവോളജിക്കാരനായതുകൊണ്ട് കാടുകളിലും വേടുകളിലും നടക്കുന്ന ഒരു ശീലമായതുകൊണ്ട് ഞാൻ പറയാം, ഓരോ ചെടികളും മരങ്ങളും പൂക്കളും പുഴുക്കളും ഒക്കെ
എല്ലാ സമയത്തും നിശബ്ദമായി നമുക്ക് ഒരുപാട്